ഹായ് കൂട്ടുകാരെ, സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സോഷ്യൽ സയൻസിലെ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ്. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ്. അപ്പം മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ലാൻഡാണ്. ദ മൗണ്ടൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ് ആൻഡ് ഡെസേർട്ട് ഹിയർ ആർ യുണീക്ക്. ദ ആനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജ്, റെയിൻ ആൻഡ് വിൻഡ്സ് ആർ ആൾ ഡൈവേഴ്സ്. നോക്കിയേ, ഒരുപാട് മൗണ്ടൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ്, ഡെസേർട്ട് ഇതെല്ലാം നമ്മളെ ഒരുമിപ്പിക്കുന്നു. കൂടാതെ വെറൈറ്റീസ് ഓഫ് അനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജ്, റെയിൻ ആൻഡ് വിൻഡ്സ് ആർ ഡൈവേഴ്സ്. അവരുടെ വേഴ്സാണ് ബാബർ നാമയിലുള്ള വേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. The description given above is taken from ബാബർനാമ, ദ മെമ്മറി ഓഫ് അക്ബർ, മുഗൾ എംപറർ ബാബർ. അപ്പം മുഗൾ എംപറായിട്ടുള്ള ബാബറിനെ കുറിച്ചുള്ള ബാബർനാമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാബർ സ്പീക്ക് എബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ബാബർ എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ഇന്ത്യയുടെ റിസോഴ്സുകളെക്കുറിച്ചും ഒക്കെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പിരിറ്റി ദാറ്റ് അട്രാക്റ്റഡ് ഫോറിൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്തു ഫോറിനേഴ്സിനെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഒരുപാട് ട്രാവലോഗുകളൊക്കെ നമ്മുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസാൻഷിപ്പ്. For grazing land and grazing cattle, land revenue and grazing tax were to be paid the rulers. Similarly, the tax was to be paid on income from trade. 1/6 of the income was to be spent for the protection of the country. ഇപ്പം നോക്കിയേ, ഫാമിംഗ്, സെറിൽസ് ആൻഡ് ഗ്രേസിങ് കാറ്റിൽസ്. ഇപ്പം ഫാമിങ്ങിന് അടച്ചിരുന്ന എന്താണ് ലാൻഡ് ടാക്സും, അത് കണക്ക് ഗ്രേസിങ് കാറ്റിൽസ് കന്നുകാലി വളർത്തതിന് ഗ്രേസിങ് ടാക്സ്, അത് കണക്ക് തന്നെ എന്താണ് ട്രേഡിന് ട്രേഡ് ടാക്സും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു പേ ചെയ്തിരുന്നത്. 1/6 ഓഫ് ദി ഇൻകം വാസ് ടു ബി പെയ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺട്രി. 1/6 ഭാഗം നമുക്ക് കൃഷിയിൽ നിന്ന് അല്ലെങ്കിൽ കിട്ടുന്ന രാജ്യത്തു നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ 1/6 ഭാഗം രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും ചിലവാക്കിയിരുന്നു. Given above is extract from the travelogue of Al-Biruni, a traveler who reached India from Central Asia. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ഒരു ട്രാവലർ ആയിരുന്നു ആര്? അൽ-ബറൂണി. അദ്ദേഹത്തിൻ്റെ വേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് മെഡീവൽ ഇന്ത്യ. അപ്പം മെഡീവൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. കോട്ടൺ, സെറിൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വെർ ദ മേജർ ക്രോപ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ക്രോപ്സുകൾ ഏതൊക്കെയാണ്? കോട്ടൺ, സെറിൽസ്, പൾസസ്, അത് കണക്ക് തന്നെ ഇൻഡിഗോ നീലം, ഷുഗർ കെയിൻ കരിമ്പ്, പൾസസ് പയർവർഗ്ഗങ്ങൾ, സെറിൽസ് ധാന്യങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ക്രോപ്സ്. There are plenty of cultivable land in India that was kept uncultivated. അപ്പോൾ ഈ പീരീഡിൽ എന്ത് ചെയ്തു? ഒരുപാട് കൃഷി ചെയ്യാതെ തരിശു ഭൂമികൾ ഉണ്ടായിരുന്നു. ആ ഭൂമിയെ കൃഷിഭൂമികളാക്കി മാറ്റിയിരുന്നു. Those who first cultivated in such land were granted its ownership. അപ്പോൾ അങ്ങനെയുള്ള ഭൂമി ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആർക്ക് എന്ത് ചെയ്തു? ഈ ഭൂമി കൊടുക്കുകയും ചെയ്തു. The hard-working farmers tried to win the ownership of such land in this way. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഫാർമേഴ്സ് ഇത് ചെയ്തു? ആദ്യം കൃഷി ഇറക്കുകയും ആ ഭൂമി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ദ സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ റൂളേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ഒരുപാട് കൃഷിക്ക് അഭിവൃദ്ധിക്ക് വേണ്ടി റൂളേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്തൊക്കെയാണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, സപ്ലൈഡ് സീഡ്സ്, ഗ്രാൻഡ് ടാക്സ് റിയലൈസേഷൻ, അത് കണക്ക് തന്നെ ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അത് കണക്ക് ഗുണമേന്മയുള്ള സീഡ്സുകൾ എത്തിച്ചിരുന്നു. ടാക്സ് ഇളവുകളൊക്കെ അനുവദിച്ചിരുന്നു.
In medieval period, the officers were given land as wages. This system was known as Iqta during the Sultanate period and Jagirdari during the Mughal period. അപ്പോൾ നോക്കിയേ medieval പീരീഡിൽ ഓഫീസേഴ്സിന് ശമ്പളമായിട്ട് ലാൻഡാണ് കൊടുത്തിരുന്നത്. ഈ സിസ്റ്റം സുൽത്താനേറ്റ് പീരീഡിനെ എന്നും മുഗൾ പീരീഡിലെ ജാഗിർദാരി സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. എന്താണ്? ഇക്ത എന്നും അത് കണക്ക് ജാഗിർദാരി സിസ്റ്റം എന്നുമാണ് മുഗൾ പീരീഡിലും അത് കണക്ക് സുൽത്താനറ്റ് പീരീഡിലും ഇത് അറിയപ്പെട്ടിരുന്നത്. In addition to agriculture, many occupation for making agriculture tools existed in village. അപ്പം കൃഷിക്ക് കൂടാതെ എന്ത് ചെയ്തു? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് അഗ്രികൾച്ചർ ടൂൾസുകളൊക്കെ ഉണ്ടാക്കുന്ന ജോലികളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരിക്കാം? മെറ്റൽ വർക്കിംഗ് ഉണ്ടാണ്, ടൂൾ മേക്കിംഗ് ഉണ്ട്, പിന്നെ അത് കണക്ക് സ്പിന്നിങ് വീൽ, ഇതൊക്കെ അവർ പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരുന്നു. വീവിങ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ ദ മേജർ ഓക്കുപ്പേഷൻസ് ഇൻ ടൗൺസ്. ടൗൺസുകളിൽ കൃഷി മാത്രമായിരുന്നില്ല, വീവിങ്ങും അത് കണക്ക് ഹാൻഡിക്രാഫ്റ്റും ഒക്കെ ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകളായിരുന്നു. The cotton, indigo and silk produced by the rural folks enriched the textile industries. അപ്പോൾ ഗ്രാമീണ മേഖലകളിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? കോട്ടൺ, ഇൻഡിഗോ, സിൽക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു? വിപുലമായിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. The Indian weavers produced garments of different colors and quality. അപ്പോൾ എന്തായിരുന്നു? ഇന്ത്യയിലെ വീവേഴ്സ് അവരെന്ത് ചെയ്യുന്നു? പല തരത്തിലും പല ഗുണത്തിലുമുള്ള തുണിത്തരങ്ങൾ നെയ്യാനായിട്ട് തുടങ്ങി. ദ ഗാർമെൻറ്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക്, കോട്ടൺ ആൻഡ് ഊൾ വെയർ ഇമ്പോർട്ടൻറ്റ് എമങ് ദം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെയായിരുന്നു? സിൽക്ക്, കോട്ടൺ, ഊളായിട്ടുള്ള ഗാർമെൻറ്റ്സാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, അല്ലെ ഇവർ നിർമ്മിച്ചിരുന്നത്. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂം വെയർ യൂസ്ഡ് ഫോർ വീവിങ്. അപ്പോൾ വീവിങ്ങിന്, നെയ്ത്തിനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? സ്പിന്നിങ് വീല് കണ്ട അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്പിന്നിങ് വീല്, അത് കണക്ക് തന്നെ ലൂം ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചർ വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ തുണിത്തരങ്ങൾക്ക് കളർ നൽകുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? ഇൻഡിഗോയും അത് കണക്ക് തന്നെ കളർ മിക്സ്ചറുകളും ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഓൺ വേൾഡ് അക്ലെയിം. ഇതൊക്കെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ലോകോത്തരമായിട്ട് മാറുക, ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ലോകോത്തരമായിട്ട് മാറുകയും ചെയ്തു. ടൗൺസ് ആൻഡ് ട്രേഡ്. The great town Vijayanagara is situated near steep mountain range. There are attractive gardens and grove in this town. The market of these prosperous towns were full of costly goods. നിക്കോളോ കോണ്ടിയുടെ കുറച്ച് വേഴ്സുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരാണ് നിക്കോളോ കോണ്ടി? നിക്കോളോ കോണ്ടി, ദ ഇറ്റാലിയൻ ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് എത്തിയ ഇറ്റാലിയൻ ട്രാവലറാണ് ആര്? നിക്കോളോ കോണ്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് വേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ അഗ്രികൾച്ചർ പ്രോഗ്രസ് ക്രിയേറ്റ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ പ്രോസ്പിരിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ കൃഷി അഭിവൃദ്ധപ്പെട്ടപ്പോൾ എന്തു പറ്റി? അത് കണക്ക് തന്നെ ട്രേഡും കൊമേഴ്സും അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തി. ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽ, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എക്സെട്ര വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽ, ലെതർ, ജെംസ്, സാൻഡൽസ്, മെറ്റൽസ്, പേൾസ്, ഐവറി ഇതൊക്കെ ഫോറിൻ മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് കൂടുകയും ചെയ്തു. ദിസ് കമ്മോഡിറ്റി അട്രാക്റ്റഡ് ട്രേഡേഴ്സ് ടു ഇന്ത്യ. അപ്പോൾ ഈ കമ്മോഡിറ്റി, ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഈ കമ്മോഡിറ്റി ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്തു. സെവറൽ ട്രേഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് റീച്ച്ഡ് ഇന്ത്യ ഇൻ ദ മെഡീവൽ പീരീഡ്. അപ്പം മെഡീവൽ പീരീഡിൽ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഫോറിനേഴ്സ് ഈ സ്പൈസസും അത് കണക്ക് മറ്റ് സാധനങ്ങളെയും ആകൃഷ്ടരായിട്ട് എത്തിയിരുന്നു. ആരൊക്കെയായിരുന്നു? ചൈനീസ്, അറബ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഈ ഫോറിനേഴ്സാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. നോക്കിയേ, രണ്ട് ട്രാവലേഴ്സിൻ്റെ രണ്ട് മെസ്സേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ടൗൺസ് ഇൻ ഇന്ത്യ വെയർ ഹൈലി പോപ്പുലസ് ആൻഡ് വെൽത്തി. ദ സ്ട്രീറ്റ് ഓഫ് ദി സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. ഡൽഹി ആൻഡ് ദൗലത്താബാദ് വെയർ കളർഫുൾ
സിറ്റീസ്. ഇബൻ ബത്തൂത്തയുടെ വേഴ്സാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ്, ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗ്ഗർ ദാൻ ലണ്ടൻ. ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ വേൾഡ്. ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. രണ്ടും ഡൽഹിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ട്രാവലർ റാൽഫ് ഫിച്ച്. Have you listened to the description of Indian towns by Ibn Battuta, the Moroccan traveler who visited India during the Sultanate period, and Ralph Fitch, the English traveler who visited during Mughal period? അപ്പം മുഗൾ പീരീഡിൽ ഇന്ത്യയിലേക്ക് എത്തിയ ഇബൻ ബത്തൂത്തയും അത് കണക്ക് സുൽത്താനേറ്റ് പീരീഡിൽ ഇന്ത്യയിലേക്ക് എത്തിയ റാൽഫ് ഫിച്ചിൻ്റെയും വേഴ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു? ഇന്ത്യൻ ടൗൺസുകളെ കുറിച്ച് അല്ലേ? ഇന്ത്യൻ ടൗൺസ് ഡെവലപ്ഡ് അറൗണ്ട് ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ എക്സെട്ര ആർ ദ ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ഇൻ ദിസ് വേ. അപ്പോൾ കൃഷി കൂടുതൽ പ്രോസ്പറസ് ആയപ്പോഴും ഒരുപാട് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിപുലീകരിക്കുകയും അത് കണക്ക് ടൗൺസുകളും സിറ്റികളും ഒക്കെ വളർന്നു വരികയും ചെയ്തു. Artisans, traders, officers, servants, slaves and so on constituted urban population. അപ്പോൾ അർബൻ പോപ്പുലേഷനിൽ ആരൊക്കെയാണ്? കൃഷിക്കാരല്ല, മറ്റ് പല വിഭാഗത്തിലുള്ള തൊഴിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പോർഷൻ മതി. എല്ലാവരും ക്ലാസ് കാണുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.